എനിക്ക് ലോഗോന്റെ ഫുൾ ഡീറ്റെയിൽസ് വേണം. കൃപാൽ, എത്ര വേണം? അച്ഛന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി, ആൻജിയോ ചെയ്യണം. അനിയത്തിയുടെ സ്വർണം പണയം വെച്ചു. 25,000 രൂപ കിട്ടി. നിങ്ങൾ എനിക്ക് കുറച്ച് എത്ര വേണം? ഒരു 50,000 രൂപ കിട്ടിയിരുന്നെങ്കിൽ. രാവിലെ എത്ര മണിക്ക് പണം വേണം? അച്ഛന് 11 മണിക്ക് ഓപ്പറേഷൻ. ശരി, 10 മണിക്ക് തരാം. ദയാ, ദയാ, വളരെ നന്ദി. ഞാനിതിനെന്താ ചെയ്യണ്ടേ? നിന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. പറയൂ ദയാ, ഞാൻ എന്താ ചെയ്യണ്ടേ? ഒരു തെറ്റ് ചെയ്യണം. മനസ്സിലായില്ല. ഞങ്ങൾ ഹവാല ചെയ്യുന്നതായി ആരോ പോലീസിനെ ഇൻഫോം ചെയ്തിരിക്കുന്നു. പോലീസ് വരുന്നതിന് മുമ്പ് ഞങ്ങൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. വണ്ടിയിൽ 80 ലക്ഷം രൂപയുണ്ട്. പോലീസിന് സംശയം തോന്നി പിടിച്ച ഞങ്ങളും കുടുംബം, പണവും നഷ്ടപ്പെടും. എന്താണ് ഒരു ഒച്ച? എന്താടാ? ബോധം വീണെന്നാ തോന്നണ. രാവിലെ മുതൽ റോഡിലായിരുന്നു. ഒന്നും കഴിച്ചിട്ടില്ല, ഒരു തുള്ളി വെള്ളം കുടിച്ചിട്ടില്ല. തല ചുറ്റുന്നു. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? ഈ പണവുമായി ഇന്ന് രാത്രി തങ്ങാൻ ഞങ്ങൾക്ക് സേഫായ സ്ഥലം വേണം. നിങ്ങളൊന്നും പറയണ്ട സാർ, ദേവി ഇത് പുറത്തു പോകണം. സർ പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. ഞാൻ പറഞ്ഞില്ല, എനിക്കൊന്നും കേൾക്കണ്ടെന്ന്. പോണം സർ, നിങ്ങൾ വിളിച്ചിട്ടല്ലേ ഞങ്ങൾ വന്നത്? അതാണ് ഞാൻ ചെയ്ത തെറ്റ്. നിങ്ങളെ അറിയിക്കാൻ പാടില്ലായിരുന്നു. സർ, സർ നിങ്ങളെ സഹായിക്കാനാണ് ഞങ്ങൾ വന്നത്. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും? എന്റെ കുഞ്ഞിന് എന്തെങ്കിലും പറ്റിയ ഞാൻ പിന്നെ സാർ, എനിക്ക് ഒരേ ഒരു മോളേ ഉള്ളൂ. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് 9ാം വർഷം ഉണ്ടായി കുട്ടി. നിങ്ങളുടെ വേദന എനിക്ക് മനസ്സിലാവും സർ. എനിക്കൊരു മകളുണ്ട് സർ. എന്റെ കുഞ്ഞവിടെ തുണിയില്ലാതെ നിൽക്കുക, ഒരു തുണിയില്ലാതെ. പോണം സാർ. സർ ഒന്ന് പോണോ പുറത്ത്? എങ്ങോട്ട് പോകണം? എങ്ങോട്ടാണോ പോകേണ്ടത്? പറ. രാവിലെ മോനോട് തുള്ളി വെള്ളം കുടിക്കാതെ ചുറ്റിക്കറങ്ങുക. എന്തിനു വേണ്ടി? തന്റെ മോളെ രക്ഷിക്കാൻ വേണ്ടി. ഇതുപോലെ ഞങ്ങളും കരഞ്ഞോണ്ടിരുന്ന എന്താവും സ്ഥിതി? പറ. അവര് ചോദിക്കുന്ന പണം കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. അത് തെറ്റ്, അത് ക്രൈം. നിങ്ങൾ കാശ് കൊടുത്താൽ തന്റെ മോളെ കിട്ടുമായിരിക്കും. നാളെ വേറൊരു പെണ്ണെ കടത്തിക്കൊണ്ട് പോയാൽ എന്താവും? നിങ്ങളുടെ മോളെ ഞാൻ രക്ഷിക്കും, ഞങ്ങളെ രക്ഷിക്കും. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ താക്കോല് മേടിച്ചോണ്ടിരാം. ദയാ, എനിക്ക് പേടിയാകുന്നടാ. പേടി ഉള്ളിൽ വെച്ചാൽ മതി, പുറത്ത് കാണിക്കണ്ട. താങ്ക്സ് കൃപാൽ. ദയാ, രാവിലെ ഞങ്ങൾ അതിരാവിലെ പുറപ്പെടും. താങ്ക്സ്. വണ്ടിയുടെ അടുത്താരും പോവല്ലോ. പോലീസ് വണ്ടിയൊക്കെ പുറകിലേ നിർത്തുള്ളൂ, ഒരു പ്രശ്നം ഉണ്ടാവില്ല. കഥവ് തുറക്കാൻ ഇത്രയും താമസം എന്തിനാടി? അമ്മയെ തനിച്ചാക്കിട്ട് വന്നേ? അമ്മയ്ക്ക് സാരി എടുക്കാൻ വന്നതാ.
പൂട്ടിയിട്ടിരിക്കുന്നത്? എനിക്കറിയില്ല. ആ ചേട്ടൻ കുറച്ചു നേരം പുറത്ത് നിൽക്ക്. വാ പോകാം. നീ പോയിക്കോ, ഞാൻ പുറകെ വരാം. അമ്മ പറഞ്ഞു ഡോക്ടറിനോട് ഒന്ന് സംസാരിക്കാൻ. നിന്നോട് പോകാൻ പറഞ്ഞില്ലേ, ഞാൻ വന്നേക്കാം. കൃപാൽ, രാവിലെ എത്ര മണിക്കാണ് നിനക്ക് പണം വേണ്ടത്? ഒരു 10-10:30. രാവിലെ 9 മണിക്ക് പാർട്ടിയുടെ കയ്യിൽ നിന്നും പണം കളക്ട് ചെയ്യണം. തിയേറ്ററിനടുത്തല്ലേ? രാവിലെ പറയാം. എനിക്കൊരു ലുങ്കി വേണം. ദയാ, നീ അങ്ങോട്ടാ? ഞാൻ വണ്ടി കിടന്നോളാം. ദയാ, അത് റിസ്ക് അല്ലേ? റിസ്ക് എടുക്കുന്ന എനിക്കിഷ്ടമാണ്. ഓട്ടോയുടെ നമ്പർ സാർ KL 224264.
ഒരു മിനിറ്റ്. ഓക്കെ, ഇലക്ട്രിക്കൽ ബോക്സ്, പാരലൽ റോഡ്, 4th അവന്യൂ. പെട്ടെന്ന് ഇൻഫോം ചെയ്യും. ഓക്കെ, വേഗം വേണം. ഹലോ. ഇല്ല, എൻ്റെ കൂടെ ആരുമില്ല, ഞാൻ തനിച്ച. എൻ്റെ ദൈവമേ, ഞാൻ കാശ് തരാമെന്ന് പറഞ്ഞല്ലോ. നിങ്ങളുടെ കാല് പിടിച്ച് ഞാൻ പറയാ, പ്ലീസ് എൻ്റെ കുഞ്ഞിനൊന്നും ചെയ്യരുത്. എൻ്റെ മോളെവിടെ? അമ്മുകുട്ടി, അമ്മുകുട്ടി, ഡാഡി, ഡാഡി, അമ്മുകുട്ടി, അമ്മുകുട്ടി, ഡാഡി. അമ്മുകുട്ടി, ഡാഡി. അമ്മുകുട്ടി. ഡാഡി, ഡാഡി. ഡാഡി, കണ്ണടച്ചോ ഡാഡി, എന്നെ നോക്കണ്ട ഡാഡി.